നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭാഗ്യം കൈവന്നാലോ കയ്യിലെത്തുക കോടികളാണ്. ഇത്തരത്തിൽ നിരവധി പ്രവാസികൾക്കാണ് കോടികൾ സമ്മാനമായി ലഭിച്ചത്. 2020 ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ ഏറ്റവും വലിയ തുകയായ 20 മില്യൺ ദിർഹം, അതായത് 40 കോടി രൂപ ലഭിച്ച അബ്ദുൽ സലാമിനെ പരിചയപ്പെടാം. 21-ാമത്തെ വയസ്സിൽ മസ്കറ്റിൽ വന്നാണ് +2 അയാട്ട കോഴ്സും കഴിഞ്ഞ് നേരെ ജ്യേഷ്ഠന്റെ ഷോപ്പിംഗ് സെന്ററിൽ മാനേജറായി എത്തിയത്. അതിനൊപ്പം നിരവധി കമ്പനികൾക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റിംഗും ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായാണ് ഞാൻ ബിഗ് ടിക്കറ്റ് എടുക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ ഇടയ്ക്കൊക്കെ എടുക്കാറുമുണ്ട്. 2020 ഡിസംബർ 29 അബുദാബി എയർപോർട്ടിൽ പോയപ്പോൾ അവർ നിർബന്ധിച്ചു, ഇത്തവണ സലാമിന്റെ പേരിൽ എടുത്തു നോക്കാം, ഒരിക്കലും എടുക്കാറില്ലല്ലോ, ഇനി എങ്ങാനും മടിച്ചാലോ. കഴിഞ്ഞ 6 കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഭാഗ്യപരീക്ഷണം നടത്തുന്നത്. ടിക്കറ്റൊക്കെ എടുത്തു വന്ന് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചു. എൻ്റെ പേരിലല്ലേ എടുത്തത്, ഈ ടിക്കറ്റ് അടിക്കും, നമുക്ക് അടിച്ചു പൊളിക്കണം എന്നുമായി. ഉൾവിളി ഉണ്ടായി പറഞ്ഞതൊന്നുമല്ല, നമ്മൾ പടച്ചോനൊന്നുമല്ലല്ലോ. പക്ഷേ നാവിൻ തുമ്പിൽ അങ്ങനെ വന്നു, അത് പറഞ്ഞു. കൂട്ടുകാർ എല്ലാവരും തംസപ്പ് അടിക്കുകയും ചെയ്തു. ജനുവരി 3 വൈകുന്നേരമാണ് വിജയിയെ തെരഞ്ഞെടുക്കുന്നത്. അത് ലൈവ് പ്രോഗ്രാമാണ്. ഞാൻ വേറെ എന്തൊക്കെയോ തിരക്കായതുകൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല. സംഘാടകർ എൻ്റെ പേര് അനൗൺസ് ചെയ്തു. പക്ഷേ ഞാൻ കൊടുത്ത മൊബൈൽ നമ്പറിൽ അവർക്ക് എന്നെ ബന്ധപ്പെടാൻ സാധിച്ചുമില്ല. സംഘാടകർ മാധ്യമങ്ങളുടെ സഹായം തേടിയപ്പോഴാണ് സംഭവം ഞാൻ അറിയുന്നത്. സാധാരണ വിജയെ മൊബൈൽ വഴി വിളിച്ചാണ് അറിയിക്കുന്നത്. ഞാൻ മൊബൈൽ നമ്പറിന്റെ മുന്നിൽ കൊടുത്ത കോഡ് തെറ്റിപ്പോയതായിരുന്നു പ്രശ്നം. ചാനലിലെ വീഡിയോ കണ്ട് ഒരു സുഹൃത്ത് വിളിച്ചു, ഡാ, ബിഗ് ടിക്കറ്റ് അടിച്ച അബ്ദുൽ സലാം നീയാണോ? എൻ്റെ മറുപടി അപ്പോഴും അത് വേറെ ആരെങ്കിലും ആയിരിക്കുമെന്നായിരുന്നു. പക്ഷേ പടച്ചോൻ എൻ്റെ പേര് തന്നെയാണ് അവിടെ എഴുതി വച്ചിരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. എൻ്റെ പേരിലാണ് എടുത്തതെങ്കിലും എനിക്കൊപ്പം 7 പേർ കൂടിയുണ്ട്. അബ്ദുൾ ജലീൽ, ബൈജു പാലേരി, നവാസ് വേണുഗോപാലൻ, റിയാസ് രാകേഷ്, സഹീർ എന്നിവരാണ്. ഇവർക്കും കൂടി അർഹതപ്പെട്ടതാണ് ഈ തുക. എല്ലാവരും ജീവിക്കാൻ വേണ്ടി മണലാരണ്യത്തിലേക്ക് എത്തിയവരാണ്. നമുക്കൊരു സൗഭാഗ്യമുണ്ടാകുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ഇഷ്ടം. പണത്തേക്കാൾ എത്രയോ വലുതാണ് ബന്ധങ്ങൾ. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിച്ചതാണ്. 7 മക്കളിൽ ഇളയ ആളാണ് ഞാൻ. ഏട്ടന്മാരൊക്കെ വിദേശത്തായിരുന്നതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. 23-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. അപ്പോഴേക്കും സ്വന്തമായി വീട് പണിതിരുന്നു. ഭാര്യ അൻഷിന, 2 മക്കളാണ്. മൂത്തയാൾ ഫൈഹ സലാം, രണ്ടാമത്തെ മോൻ മുഹമ്മദ് യാസിഫ്. പ്രസവത്തിന് ഭാര്യ നാട്ടിലായിരുന്നു. സമ്മാനം കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉമ്മാനെയും ഭാര്യയുമാണ് ആദ്യം വിളിച്ചത്. അവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷേ കാര്യങ്ങൾ ഞങ്ങൾ വിചാരിച്ച പോലെ അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. ചെറുപ്പം മുതലേ ഉമ്മ ഫാത്തിമ പഠിപ്പിച്ച പാഠമാണ് എല്ലാവരെയും സഹായിക്കണമെന്നത്. ഏട്ടന്റെ ഒപ്പം ജോലിക്ക് നിന്നപ്പോൾ കിട്ടിയിരുന്ന ശമ്പളത്തിന്റെ ഒരു പങ്ക് അന്നേ മാറ്റിവെക്കുമായിരുന്നു. ബിസിനസ് പഠിച്ച് 2 ഷോപ്പുകളിൽ പാർട്ട്ണറായപ്പോൾ ലാഭത്തിന്റെ ഒരു വീതം പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ലോട്ടറി അടിച്ചതോടെ സ്ഥിതിയാകെ വിഷമമാണ്. എൻ്റെ ഫോണിലേക്ക് നിത്യവും 300-ന് മുകളിൽ ഫോൺ കോളുകളും ആയിരക്കണക്കിന് മെസ്സേജുകളുമാണ് വരുന്നത്. നാട്ടിലെ എൻ്റെ വീട്ടിലേക്കും ഭാര്യ വീട്ടിലേക്കും ഫോൺ വിളികളുണ്ട്. ആളുകൾ കാണാനും എത്തും. ഉമ്മയെ പോലും വേറൊരു വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. എല്ലാവരും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ധനസഹായം തേടിയാണ് വരുന്നത്. ആയിരങ്ങൾ മുതൽ കോടികൾ വരെയാണ് പലരും ചോദിക്കുന്നത്. പലതരം ആവശ്യങ്ങളും നിരത്തും. ആദ്യമൊക്കെ കയ്യയഞ്ഞ് സഹായിച്ചു. പിന്നെ ഇത് കൂടിക്കൂടി വന്നു. പണം കിട്ടിയില്ലെന്ന് അറിയുമ്പോഴേക്കും പലരും ശകാരവാക്കുകൾ പറയും. ചിലർ ബന്ധം വേണ്ടെന്ന് വെച്ച് പോകും. കൊടുത്ത പണം കുറഞ്ഞു പോയാൽ പിന്നെ മിണ്ടാത്തവരുമുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ മനസ്സറിയാതെ പറയും, ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന്. സഹായം ചെയ്യുമ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് ലഭിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പലർക്കും പണമാണ് ബന്ധങ്ങളെക്കാൾ വലുതെന്ന് കൂടി പഠിപ്പിച്ച സമയമാണിത്. സത്യം പറയാലോ, എനിക്കിപ്പോൾ സന്തോഷമില്ല. പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ തിരിച്ചറിയുമ്പോൾ ഹൃദയത്തെ മുറിക്കുന്ന സംസാരമുണ്ടാകുമ്പോൾ എല്ലാം ഇതുവരെ കണ്ട ലോകമേ മാറിപ്പോയ അവസ്ഥയാണ്. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. 50 പാവപ്പെട്ട കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണം. എൻ്റെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണിത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാത്തത് വീട്ടിൽ അത്രമേൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. നിർധനരായ 50 പേരുടെ വിവാഹം നടത്തുമ്പോൾ ആ കുട്ടികളുടെ മുഖമോ വിവരങ്ങളോ പരസ്യമാക്കരുത് എന്നും ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിനപ്പുറം അത് നിർബന്ധമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.